ഡേയാണ് വരുന്നത്, പ്രണയിക്കുന്നവരുടെ ദിവസം. എന്നാൽ പ്രണയിതാക്കൾ ഇല്ലാത്തവർക്കും ആഘോഷങ്ങളൊക്കെ വേണ്ടേ? അതിനായൊരു ദിവസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഗാലന്റൈൻസ് ഡേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ദിവസം പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കൊരു ഗേൾസ് ഗ്യാങ് ഉണ്ടോ? എങ്കിൽ ഈ ദിവസം ഒരിക്കലും മിസ്സാക്കരുത്. ഇനി ഇത് എന്നാണെന്നല്ലേ? ഫെബ്രുവരി 13-നാണ് ഗാലന്റൈൻസ് ഡേ ആഘോഷം. പെൺ സൗഹൃദങ്ങൾക്ക് വേണ്ടിയൊരു ദിവസം. തങ്ങളുടെ സൗഹൃദം, പരസ്പര സ്നേഹം, വിശ്വാസം ഒക്കെ ഊട്ടി ഉറപ്പിക്കാനൊരു ദിനം. അതിന് പ്രത്യേകിച്ചൊരു ദിവസമൊക്കെ വേണോ എന്ന് സംശയിക്കേണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ സംഘടിപ്പിച്ചൂടെ? കുറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതിൻ്റെ സന്തോഷവും ആകാംക്ഷയും ഈ ദിവസത്തിന്റെ പ്രത്യേകതയും നിങ്ങളുടെ ഒത്തുചേരലുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമേ വേണ്ട. ഒരു യാത്ര പോകാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരു മൂവി നൈറ്റ്, പ്രിയ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ കൈമാറൽ, ഇനി പുറത്തു പോകാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആഘോഷിക്കാം. അങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട് ഈ ദിവസം സ്പെഷ്യലാക്കാൻ. 2010 മുതലാണ് ഗാലന്റൈൻസ് ഡേ ആഘോഷിച്ചു തുടങ്ങിയത്. 2009 പുറത്തിറങ്ങിയ പാർക്സ് ആൻഡ് റിക്രിയേഷൻസ് എന്ന US സിറ്റ്കോമിന്റെ 2ാം സീസണിലെ 16ാം എപ്പിസോഡിലാണ് ആദ്യമായി ഇങ്ങനെയൊരു ദിവസത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലെസ്ലി നോപ്പ് എന്ന കഥാപാത്രം തന്റെ പെൺ സുഹൃത്തുക്കളെ ഫെബ്രുവരി 13-ന് ബ്രഞ്ചിനായി ക്ഷണിക്കുന്നു. ഇനി മുതൽ എല്ലാ വർഷവും ഈ ദിവസം ഒത്തുകൂടാമെന്നും അവർ തീരുമാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡാണ് ആഗോളതലത്തിൽ പെൺ സുഹൃത്തുക്കൾക്കായി ഒരു ദിനം മാറ്റിവെക്കാൻ കാരണമായത്. ലേഡീസ് സെലിബ്രേറ്റിംഗ് ലേഡീസ് എന്നാണ് ഗാലന്റൈൻസ് ഡേയെ വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ കേട്ട് പുരുഷന്മാർ വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾക്കുമുണ്ട് ഇതുപോലെ ഒരു ദിവസം. അതാണ് വാലന്റൈൻസ് ഡേ. ഗാലന്റൈൻസ് ഡേ ലോകമെമ്പാടും സ്വീകാര്യമായപ്പോഴാണ് പുരുഷ സൗഹൃദങ്ങൾക്കായി ഒരു ദിനമെന്ന ആവശ്യം വരുന്നതും ഫെബ്രുവരി 12-ന് വാലന്റൈൻസ് ഡേ ആയി ആഘോഷിക്കാൻ തുടങ്ങിയതും. ദിവസവും പേരും മാത്രമേ വ്യത്യാസമുള്ളൂ. ആഘോഷങ്ങളുടെ ഉദ്ദേശം ഒന്നു തന്നെയാണ്: സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുക, അതിനായി ഒരു ദിനം മാറ്റിവെക്കുക. അപ്പോൾ മറക്കണ്ട, ഫെബ്രുവരി 12-ഉം 13-ഉം സുഹൃത്തുക്കളും ഒന്നിച്ച് ഈ ദിവസം ആഘോഷിക്കുക. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു.